ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ദൈവദാസനും ഇവിടെ കടന്നു വന്ന ഏവരെയും ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ വിശ്വാസം മറ്റുള്ള വിശ്വാസങ്ങളിൽ നിന്ന് എന്താണ് സെപ്പറേറ്റ് ചെയ്യുന്നത്, എന്താണ് വ്യത്യസ്തമാക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു അല്പം ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. നമുക്ക് വിശ്വാസം എന്നുള്ള വാക്കിന്റെ നിർവചനം, അതിന്റെ ഡെഫിനിഷൻ നമുക്ക് ഏവർക്കും അറിയാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് എടുത്ത് നമുക്ക് വിശദമായിട്ട് വായിക്കേണ്ട എല്ലാവർക്കും അറിയാം. അതിന് കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പും നമുക്ക് ഉറപ്പാണ്, നിശ്ചയമാണ്. എന്നിട്ട് അതിന്റെ കുറെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് എബ്രഹാം വിശ്വാസത്താൽ ഇസഹാക്കിന് തിരിച്ചു ലഭിച്ചു. അതുപോലെ മോസസ്, നോഹ വിശ്വാസത്താൽ ഒരു പ്രവൃത്തിയുണ്ട്, അതിന്റെ കൂടെ എല്ലാം ഒരു പ്രവൃത്തിയുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കുമ്പോ ഈ ഭൂമിയിൽ അന്ന് ആ കാലഘട്ടത്തില് ഉണ്ടായിരുന്ന, നമ്മൾ ഇപ്പം ഇത് കൃപായുഗമാണെന്ന് നമുക്കറിയാം. ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്. ഓരോ കാലഘട്ടത്തില് ബൈബിളിൽ നമുക്ക് പഠിക്കുമ്പോൾ നമ്മൾ യുഗപരമായിട്ടാണ് പഠിക്കുന്നത്. ആദ്യം നിഷ്കളങ്ക യുഗം, പിന്നെ അത് കഴിഞ്ഞിട്ട് മാനുഷിക യുഗം, അല്ലെ, മനസാക്ഷി യുഗം, പിന്നെ മാനുഷിക യുഗം, അങ്ങനെ ന്യായപ്രമാണ യുഗം എല്ലാം കടന്നു വന്ന് ഇപ്പൊ കൃപായുഗത്തിലാണ്. അപ്പൊ അന്നെന്ന് പറയുന്നത് ആ ഓരോ യുഗങ്ങളില് അവർക്ക് ആ ന്യായപ്രമാണ യുഗത്തില് മോസസ് എന്താണോ അവർക്ക് ആ കാലഘട്ടത്തിൽ എന്താണ് ആവശ്യം, ഭൂമിയിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അവർക്കൊരു ആ വിശ്വാസം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഭൂമിയിലുള്ള കാര്യങ്ങളിൽ ഒരു വിടുതലാണ് അവർക്കത് വെളിപ്പെട്ട് വന്നത്. നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ദൈവം നമ്മളിലൂടെ ചെയ്യുന്നു. മാനുഷികമായി നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. മാനുഷികമായി നോക്കുവാണെങ്കിൽ എബ്രഹാമിനോട് പറഞ്ഞു, ഈ ഇവനിലൂടെയാണ് നിനക്ക് നീ അനേകം ജാതികൾക്ക് പിതാവാകുമെന്ന് പറഞ്ഞത്. അന്നേരം എബ്രഹാമിനെ വേണമെങ്കിൽ ചിന്തിക്കാം, അങ്ങനെ ഇവനെ ബലിയെടുക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാ? അപ്പൊ ദൈവം തന്റെ വാഗ്ദത്തെ തെറ്റിക്കുമല്ലേ? പക്ഷെ ആ ഉള്ളില് ഒത്തിരി വേദന ഉണ്ടായിരുന്നുവെങ്കിലും 11 ദിവസം എങ്ങാണ്ടാണ് ആ മല കയറാനായിട്ട് എങ്ങാണ്ട്, നമ്മൾ ആ സമയം നോക്കുവാണെങ്കിൽ, ആ ദൂരം നോക്കുവാണെങ്കിൽ, അപ്പൊ അത്രയും ദിവസം ആ മനുഷ്യന്റെ ഉള്ളിലുള്ള ആ പ്രയാസം, എന്തൊക്കെ വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ടാവും ഈ ഒരു മകനെ ബലി കൊടുക്കണമെങ്കിൽ. അതുപോലെ തന്നെ അനുസരണത്താൽ ഇസഹാക്ക് അനുസരിച്ചു. അതുകൊണ്ട് ഒത്തിരി നല്ല കർത്താവ് ആ നല്ല സമ്പത്തൊക്കെ കൊടുത്തു ഇസഹാക്കിന്. അപ്പൊ അങ്ങനെ തന്നെ ഒരുപാട് അങ്ങനെ വിശ്വാസങ്ങൾ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ലോകത്തെ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഇന്ന് വിശ്വാസികളാണ്. ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവര് അവരും വിശ്വാസികളാണ്. ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നത് അവരും വിശ്വാസികളാണ്. ശബരിമലയിൽ പോകുന്നവര് വിശ്വാസികളാണ്. അയോധ്യയിൽ പോകുന്നവര് വിശ്വാസികളാണ്. പക്ഷെ ആ വിശ്വാസത്തിൽ നിന്നും എന്താണ് നമ്മളെ വേർതിരിക്കുന്നത്? ഇപ്പൊ നമ്മൾ ചിന്തിക്കുവാണ്, ഞാൻ നാളെ ഇപ്പൊ അംബാനി വിചാരിക്കുന്നു, എനിക്ക് നാളെ ഞാൻ ഇപ്പൊ BSNL ഞാൻ വാങ്ങിക്കാൻ പോവാ. അപ്പൊ കയ്യിൽ പൈസ ഉള്ളതാണ് അംബാനി, അത് വാങ്ങിക്കും, വേണമെങ്കിൽ വാങ്ങിക്കാം. അതൊരു വിശ്വാസം ഒന്നും പറയാൻ പറ്റത്തില്ല, അതൊരു യാഥാർത്ഥ്യം. ഇപ്പൊ എനിക്ക് എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒരു വാഹനം വേണം. ഞാൻ വിശ്വസിക്കുന്നു നാളെ എനിക്കൊരു വാഹനം വാങ്ങിക്കാൻ പറ്റും. അതും ആ വിശ്വാസം അത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസമാണോ? അല്ല. എന്റെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് ഞാനൊരു കാർ മേടിക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു വീട് വെക്കുന്നു. അപ്പൊ അങ്ങനെ അത് ലോകത്തിന്റെ ഒരു സിസ്റ്റം. ഇനി ഹിന്ദുക്കൾ വിശ്വസിക്കുന്നു അവരെന്തൊക്കെയോ കർമ്മങ്ങളെല്ലാം ചെയ്ത് കാലാകാലങ്ങളായിട്ട് അവർ ഇങ്ങനെ ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുമ്പോൾ അവർക്ക് മോക്ഷം കിട്ടുമെന്ന്. അപ്പൊ അവര് എന്താണോ കുറെ കഴിയുമ്പോൾ മരിച്ചു കഴിഞ്ഞ് ഇങ്ങനെ നിരന്തരം ബലികൾ ചെയ്യുന്നു. പക്ഷെ എപ്പോഴും അതുവരെ ആത്മാക്കൾ ഇങ്ങനെ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നു എന്ന് അവര് വിശ്വസിക്കുന്നു. പക്ഷെ അതെന്ന് പറഞ്ഞാൽ അതിന് ഒരു തീർപ്പില്ല, അല്ലെ? എന്ന് സ്വർഗത്തിൽ കയറി പോകും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വർഗമുണ്ടോ? അങ്ങനെ ഒരു അവർക്ക് യഥാർത്ഥത്തിൽ അത് ഐഡന്റിഫൈ നോക്കത്തില്ല. കാണിച്ചു തരാൻ നമ്മൾ ചോദിക്കുകയാണ്, ആരാണ് നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് അത് തീർച്ചയായിട്ടും അവർക്ക് ഉറപ്പോടെ അവർക്ക് പറയാൻ കഴിയില്ല. ഏതോ ഒരു കാലഘട്ടത്തിൽ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിന്റെ അടുത്ത് അവരുടെ ആത്മാവിന് മോക്ഷം കിട്ടും, അതിനുവേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നു. ഇപ്പം ഇസ്ലാം മതത്തിൽ നോക്കുവാണെങ്കിൽ അവരെന്താ വിശ്വസിക്കുന്നത്? അവർക്കൊരു മഹദിയുണ്ട്. ഷിയ മുസ്ലിംസ്, അതാണല്ലോ ഇറാന്റെ പ്രശ്നം. ഷിയ മത വിശ്വാസ പ്രകാരം അവർക്കൊരു മഹദി വരും. മഹദി വരുമ്പോ, ഇമാം മഹദി വരുമ്പം യഹൂദന്മാരെ കൊല്ലും, ക്രിസ്ത്യാനികളെ കൊല്ലും, അങ്ങനെ ലോകം മൊത്തം ഇസ്ലാമിന്റെ കീഴിൽ കൊണ്ടുവരും. അതാണ് അവരുടെ പ്രത്യാശ. അവരുടെ പ്രത്യാശ ഈ ലോകം മൊത്തം ഇസ്ലാമിന്റെ കീഴിൽ കൊണ്ടുവരാനാണ് അവര് പ്രയത്നിക്കുന്നത്. അതുകൊണ്ട് അവരത് യാഥാർത്ഥ്യമാക്കാനായിട്ട് ആണ് അവര് യഹൂദന്മാരെ കൊല്ലാനും ഒക്കെ ശ്രമിക്കുന്നത്. അപ്പൊ ഇറാന് ആ ഷിയ രാജ്യമായതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് യഹൂദന്മാരോട് അവർക്ക് ശത്രുത. അവർ അയൽവാസികളല്ല, എന്തോരം ദൂരെ കിടക്കുന്ന 2 രാജ്യങ്ങളാ. എങ്കിലും അവർക്ക് ഇത്രയും കൂടുതൽ യഹൂദന്മാരോട് ശത്രുത വരാനുള്ള കാരണം എന്താ? യഹൂദന്മാരെ ഉണ്ടാക്കിയ കണ്ടുപിടുത്തങ്ങൾ ഇവർ ഉപയോഗിക്കുന്നുണ്ട്.
കമ്പ്യൂട്ടർ ആണെങ്കിലും എല്ലാ ടെക്നോളജിയും യഹൂദന്മാരുടെ കണ്ടുപിടുത്തങ്ങളാണ്. അവരത് ഉപയോഗിച്ചുകൊണ്ട് ഇവർക്കെതിരെ യുദ്ധം ചെയ്യുന്നു. അപ്പൊ അവരുടെ വിശ്വാസപ്രകാരം ഈ ബാക്കി എല്ലാരെയും കൊല്ലണം. അങ്ങനെ പലതരം വിശ്വാസങ്ങൾ ഇന്ന് ഭൂമിയിൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ നമ്മൾ പൗരോഹിത്യ സഭകൾ എടുക്കുവാണെങ്കിൽ അവർക്കും വിശ്വാസം, നമ്മൾ പറയുമ്പോൾ ഞങ്ങൾ യേശുവിനെയാണ് ആരാധിക്കുന്നത്, അവർ പറയുമ്പോ ഞങ്ങളും യേശുവിനെ ആരാധിക്കുന്നത്, ഞങ്ങൾക്കും യേശുവാണ് ഞങ്ങളുടെ ദൈവം. പക്ഷെ ആ വ്യത്യാസം എന്താണ്? അവർക്ക് യേശു അനേകം ദൈവങ്ങളിൽ ഒരാൾ മാത്രം. ഞങ്ങൾക്ക് യേശു മാത്രമല്ല, വേറെയും കുറെ ആൾക്കാരൊക്കെ ഉണ്ട്, ഞങ്ങൾ അവരോടും പ്രാർത്ഥിക്കും, എല്ലാം നമുക്ക് ആവശ്യമാ. അപ്പൊ ഏതെങ്കിലുമൊക്കെ ഒരു പ്രാർത്ഥന എവിടെയെങ്കിലുമൊക്കെ ചെന്ന് അങ്ങനെ അത് മധ്യസ്ഥ പ്രാർത്ഥനകള് അവർക്ക് ജസ്റ്റ് ഒരു രക്ഷ അല്ല, യേശുവിൽ മാത്രമായിട്ടുള്ള ഒരു ഇത് അവര് വിശ്വസിക്കുന്നില്ല. ഒത്തിരി കുറെ ആൾക്കാരുടെ ഇടയിൽ യേശുവിന് ഒരു പ്രാധാന്യം അവർ കൊടുക്കുന്നു. അതിന് ചില ദിവസങ്ങളിൽ മാത്രം അവർ യേശുവിനെ ഓർക്കുന്നു, അല്ലെ? ബാക്കി സമയങ്ങളിലെല്ലാം വിശുദ്ധരെന്നും പറഞ്ഞ് കുറെ സ്ഥലങ്ങളിലേക്ക് അവർ ഇങ്ങനെ പാഞ്ഞു നടക്കുന്നു. ഇതിപ്പോ നമ്മൾ കൃപായുഗമാണ്. കൃപായുഗത്തില് നമുക്ക് രക്ഷാകരമായ പദ്ധതിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. യേശുവിന്റെ രക്ഷാകരമായ പദ്ധതിയാണ്. അതായത് കൃപായുഗത്തില് നമ്മൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ കാര്യത്തിലേക്ക് നമുക്കിനി വരാം. നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്? റോമാക്കാർക്ക് എഴുതിയ ലേഖനം അതാണല്ലോ രക്ഷയ്ക്ക് ആധാരമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം എന്ന് പറയുന്നത്. 10:9 തൊട്ട് സിസ്റ്റർ ഒന്ന് വായിക്കാമോ? അത് ഞങ്ങൾ യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കണം, വായു കൊണ്ട് രക്ഷയ്ക്കായി ചെയ്യും. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തരും ലജ്ജിച്ചു പോവുകയില്ല എന്ന് തിരുവഴുത്തിൽ ഹൃദയം കൊണ്ട് നമ്മൾ വിശ്വസിക്കണം, അതിനെ കൊണ്ട് നീതിക്കായി ഏറ്റുപറയുകയും വേണം. അപ്പൊ ഇതാണ് രക്ഷ. ഇതിലാണ് നമ്മൾ ചുരുക്കി നമ്മൾ കൊണ്ടുവരുന്നത്. ഇനി ഇത് കൃപായുഗമാണ്. നമുക്ക് നിത്യജീവനുണ്ട്. നിത്യജീവനുണ്ട് ഉറപ്പായിട്ടും. വിശ്വാസം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം, നമ്മൾ യേശുവിനെ രക്ഷിതാവായി നമ്മൾ അംഗീകരിക്കണം. യേശു ദൈവമെന്ന് ആദ്യം അംഗീകരിക്കണം. യേശു ഭൂമിയിൽ വന്നു എന്ന് അംഗീകരിക്കണം, വിശ്വസിക്കണം, അംഗീകരിക്കുകയും വേണം. അതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കണം. ഇതിനെല്ലാം നമ്മൾക്ക് തെളിവുണ്ട്. ബാക്കി ഒന്നിനും ഒരു തെളിവില്ല. അത് ജസ്റ്റ് സാങ്കല്പികമാണ്. ഇത് ഭൂമിയിലെ യേശു ദൈവത്തിന്റെ പ്രവൃത്തി ഭൂമിയിൽ വന്ന് വെളിപ്പെടുത്തി. യേശു ദൈവമെന്ന് തെളിയിച്ചു, പൂർണ്ണ മനുഷ്യനെന്ന് തെളിയിച്ചു, അതുപോലെ മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് തെളിയിച്ചു. ഇന്നും ഭൂമിയിലെ പരിശുദ്ധാത്മാവ് ഉണ്ട്, പരിശുദ്ധാത്മാവിനെ അയച്ചു, അത് വെളിപ്പെടുത്തി. അതെല്ലാം ചരിത്രപരമായി എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ചരിത്രവും ദൈവവും എല്ലാം ചേരുന്നതാണ് വചനം. ഈ ബൈബിളിൽ നിന്നാണ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്നത്, ബൈബിളിലേക്കാണ് തിരിച്ച് എല്ലാം. ഈ ശാസ്ത്രവും എല്ലാം അവര് പോലും പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നത് നമ്മുടെ തിരുവെഴുത്തുകൾ പ്രകാരമാണ്. ഈ ഭൂമിയിൽ എണ്ണ കണ്ടുപിടിച്ചത്, മിഡിൽ ഈസ്റ്റിൽ എണ്ണ കണ്ടുപിടിച്ചത് ഈ ബൈബിൾ എടുത്തു വെച്ചാണ്. സായിപ്പന്മാർ അന്ന് എക്സ്പ്ലോർ ചെയ്ത് ഈ ഭാഗത്ത് എണ്ണയുണ്ട് എന്ന് കണ്ട് അവര് ആ തെളിവ് വെച്ചിട്ടാണ് അവര് ഇത് നടത്തി എണ്ണ കണ്ടുപിടിച്ചത്. അതുപോലെ ഇങ്ങനെ പല ബൈബിളിൽ എടുത്തു വെച്ചിട്ടാണ് ഇന്ന് പല ആർക്കിയോളജിസ്റ്റുകളും ജിയോളജിസ്റ്റുകളും ഒക്കെ ഇങ്ങനെ ഇത് അവിടെ കുഴിച്ച് ചരിത്രപരമായ പണ്ടത്തെ അതെല്ലാം ഇന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ വിശ്വാസം നമ്മൾ പിന്നെ എന്തൊക്കെയാ വിശ്വസിക്കേണ്ടത്? നമുക്ക് നിത്യജീവനിലേക്ക് യേശു മാത്രമാണെന്ന് വിശ്വസിക്കണം. യേശു പറഞ്ഞു, എന്നിലൂടെ അല്ലാതെ ആരും ദൈവത്തെ കാണുന്നില്ല. അത് വിശ്വസിക്കണം. അത് വിശ്വസിക്കാനാണ് ഇന്ന് പലർക്കും ബുദ്ധിമുട്ട്. അനേകം ദൈവങ്ങളിൽ ഒരു ദൈവം, അത്രയുമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും നിത്യതയ്ക്ക് നമ്മൾ യേശു മാത്രം ദൈവം എന്ന് വിശ്വസിക്കണം. പിതാവ് അയച്ചു എന്ന് വിശ്വസിക്കണം. അതുപോലെ തന്നെ പിതാവിന്റെ വലതുഭാഗത്തു നിന്ന് ഇനിയും യേശു വീണ്ടും വരും എന്ന് വിശ്വസിക്കണം. നമ്മൾ രക്ഷയ്ക്കായിട്ട് ഇത് വിശ്വസിക്കുകയും വേണം, നമ്മൾ നീതിക്കായിട്ട്. കാരണം നീതിക്ക് എന്തുകൊണ്ടാ നീതി? നമ്മൾ ദൈവം പറഞ്ഞത് എന്താണ്? ആരും നീതിമാനല്ല, അല്ലെ? ആരും നീതിമാനല്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി. എങ്കിലും ഈ നമുക്ക് ദൈവം തരുന്ന നീതിയാണ്. യേശുവാണ് നമ്മുടെ നീതി. യേശു ഭൂമിയിൽ വന്ന് കാൽവരിക്കുറിച്ചൊരു യാഗമായില്ലെങ്കിൽ നമുക്ക് നീതിയുണ്ടോ? ഒരിക്കലും ഇല്ല. നമുക്ക് സ്വന്തമായ ഒരു നീതിയില്ല. നമുക്ക് നീതിയായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. യേശു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് നിരപ്പ്, ദൈവവുമായിട്ട് നീതി എന്ന് പറഞ്ഞാൽ നിരപ്പ് പ്രാപിക്കാൻ. അതായത് നമ്മൾ താഴെയും ദൈവം മുകളിലുമാണ്. അപ്പൊ ഈ അകൽച്ച മാറ്റാനായിട്ട് യേശു മധ്യസ്ഥനായിട്ട് വന്നു. അങ്ങനെ നമ്മൾ ദൈവം സമരാക്കി, അല്ലെ? ദൈവത്തോട് ദൈവത്തിന്റെ അടുത്ത് ചെല്ലാനായിട്ട് നമുക്ക് യേശുവിലൂടെ മാത്രമേ നമുക്ക് സാധിക്കൂ. കാരണം പാപമില്ലാത്ത രക്തം ഇന്ന് മനുഷ്യരിന്ന് ബലി കൊടുക്കുന്നു, കോഴിയെ ബലി കൊടുക്കുന്നു, ചിലര് മനുഷ്യ കുരുതി ചെയ്യുന്നു. അപ്പൊ ഇതെല്ലാം ഈ രക്തം ഇതൊക്കെ മലിനമായ രക്തമാണ്. മനുഷ്യർക്ക് ഒരിക്കലും പാപിയായ ഒരു മനുഷ്യർ രക്തം കൊണ്ട്
മനുഷ്യന്റെ നീതി തരാനായിട്ട് സാധിക്കത്തില്ല. കാരണം അത് പാവമുള്ള രക്തമാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് തന്നെ ഈ വചനം മാംസമായിട്ട് ഭൂമിയിലേക്ക് വന്നത്. യേശുവിലൂടെ മാത്രമേ നിത്യജീവനുള്ളൂ നമ്മൾ വിശ്വസിക്കണം. അതുപോലെ തന്നെ നമ്മള് 1 തിമോഥെയോസിന്റെ 2:5 പറയുന്നു, പിതാവിനും മനുഷ്യർക്കും ഇടയിൽ യേശു ആണ് ഏക മധ്യസ്ഥൻ. അവിടെയാണ് പ്രശ്നം. അതാണ് യൂണീക്ക്. നമുക്ക് അതുല്യമായി യേശുവിനെ പകരം വെക്കാൻ ഒന്നുമില്ല, അല്ലെ? യേശുവിന് തുല്യമായി വേറെ ഒന്നുമില്ല. അത് ആ ഒരു വിശ്വാസം അതിൽ വരുമ്പോഴാണ് മൊത്തത്തിൽ പ്രശ്നമാകുന്നത്. അതുകൊണ്ടാണ് പലർക്കും നമ്മളെ ഇഷ്ടമല്ലാത്തത്. നിങ്ങളെ യേശു മാത്രമാണ് ദൈവം എന്ന് പറയുന്നത്, യേശുവിലൂടെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങളൊക്കെ എന്താ, ഞങ്ങൾക്കും ഇല്ലേ ദൈവം, ഞങ്ങൾ എന്തോ സ്വർഗത്തിൽ പോകത്തില്ലേ, ഇങ്ങനെയൊക്കെയുള്ള ആ ചിന്തകൾ. അതുകൊണ്ടാണ് ഇന്ന് എല്ലാവർക്കും നമ്മളോട് എതിർക്കുന്നത്. നിങ്ങൾക്ക് മാത്രം, നിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകത്തോളൂ. നമ്മൾ മറ്റുള്ളവരോട് വചനമൊക്കെ പറയുമ്പോൾ അവര് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇത്. അപ്പൊ ഇത് വിശ്വസിക്കാനാണ് പ്രയാസം. ഈ വിശ്വാസത്തിലേക്ക് കടക്കാനാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നത്. ഇതാണ് യഥാർത്ഥം. ഈ യുഗത്തിൽ നമുക്ക് ആവശ്യം യുണീക്നെസ് ആണ്, അല്ലെ? അതുല്യമായ ഒരു വിശ്വാസം. യേശുവിലൂടെ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ എന്ന് വിശ്വസിക്കണം. നമ്മൾ ശ്വസിക്കുന്നത് എന്താ? ഓക്സിജൻ ആണ്. അപ്പൊ ഈ അന്തരീക്ഷത്തില് 78% നൈട്രജനാ, കൂടുതലുള്ളത് നൈട്രജനാ. പക്ഷെ അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ ഒക്കുവോ? ഇല്ല. 21% ഓക്സിജൻ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇന്ന് ഭൂമിയിൽ ഒരുപാട് ദൈവങ്ങളുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ ഒക്കുവോ? അപ്പൊ യേശുവിലൂടെ മാത്രമേ നമുക്ക് ജീവനുള്ളൂ. അപ്പൊ ഓക്സിജൻ ഇല്ലെങ്കിൽ കോവിഡ് സമയത്തൊക്കെ ഓക്സിജന്റെ വാല്യൂ, അല്ലെ, അതിന്റെ വില യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയതാ. അപ്പൊ ചിലർക്ക് വേണമെങ്കിൽ പറയാം, അപ്പൊ ഞാൻ ചിന്തിക്കുവാണ്, എനിക്ക് 21% ഓക്സിജൻ എനിക്ക് വേണ്ട, എനിക്ക് 78% നൈട്രജൻ മതി, എനിക്ക് ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല, ഞാൻ മരിച്ചു പോകും ഓക്സിജൻ ഇല്ലെങ്കിൽ. അതുപോലെ തന്നെ വെള്ളത്തിന് പകരം വെക്കാൻ വല്ലതും ഉണ്ടോ? വെള്ളത്തിന് വെള്ളം തന്നെ വേണം. അപ്പൊ അതുല്യമായ കാര്യങ്ങൾ, അത് ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഇത് ഇത്രയും വേണം. അപ്പൊ നമുക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഏറ്റവും അമൂല്യമായ യേശു മാത്രമേ നമുക്ക് സാധിക്കൂ. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ വിശ്വാസം എന്ന് പറയുമ്പം ഇതിലേക്കാണ് നമ്മൾ വരേണ്ടത്. അതായത് ഭൗതികമായ കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് ഒരു 5 വർഷം കഴിയുമ്പോൾ ഞാനൊരു വീട് വെക്കും, അതൊക്കെ നല്ലത് തന്നെ, അതൊക്കെ വിശ്വാസം നല്ലതാ. പക്ഷെ യഥാർത്ഥത്തില് നമുക്ക് ഈ ആത്മതലത്തില് നമ്മളിപ്പോ ഈ കൃപായുഗത്തില് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു രക്ഷ എന്ന് പറയുന്നത്, ആ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, നമ്മൾ വിശ്വാസത്താലാണ്, നമ്മൾ വിശ്വാസികളാണ്, വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആ ഒരു ഇതിലേക്ക് അങ്ങനെയാണല്ലോ ഈ പ്രൊട്ടസ്റ്റന്റ് റിവൈവൽ ഉണ്ടായത് തന്നെ ഇതാണല്ലോ. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ ആ 3, 4, 5 ആ അധ്യായങ്ങളാണല്ലോ. നമ്മൾ പ്രവൃത്തിയാലല്ല, യേശു ചെയ്ത കാര്യങ്ങള്, ആ പ്രവൃത്തി നമ്മൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് വിശ്വസിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ജീവൻ കിട്ടത്തില്ല, നിത്യജീവനില്ല. ഇന്ന് അറിവിന്റെ ഒരു കാലഘട്ടമാ. മുമ്പായിരുന്നെങ്കിൽ ഒഴിവുണ്ടായിരുന്നു, ഇന്ന് ഒഴിവില്ല. കാരണം ഇന്ന് എവിടെ നമ്മൾ നോക്കിയാലും സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഈ ബൈബിള് മിഷണറിമാര് വന്ന്, നമുക്ക് ഭാഷയില്ലായിരുന്നു, ലിപിയില്ലായിരുന്നു. മിഷണറിമാര് വന്ന് നമുക്ക് മലയാളം ലിപി തന്നു, ഇതെല്ലാം നമുക്ക് തന്നു. എന്തിനു വേണ്ടിയിട്ട്? അത് നമ്മൾ സാമൂഹ്യമായ മനുഷ്യന്റെ അവസ്ഥ പോലും മാറിപ്പോയി. ഇന്ന് സംഖ്യകളൊക്കെ പറയും, നിങ്ങൾ പാൽപ്പൊടി കൊടുത്ത് മതം മാറ്റി. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാവരും വിശ്വാസികളായി മാറിയനെ. ഇതിന്റെ സത്യം മനസ്സിലാക്കി ലിപി തന്ന് മനുഷ്യന്റെ നമ്മളെ വസ്ത്രം ഉടുപ്പിച്ചു. എന്തൊരവസ്ഥയായിരുന്നു മുമ്പ് ഈ ഇന്ത്യയില്, ഈ ഭാരതത്തില് ജനങ്ങളുടെ ഒരു അവസ്ഥ. അതിലേക്ക് കൊണ്ടുപോകാനാണ് ഇന്ന് പലരും ശ്രമിക്കുന്നത്. പക്ഷെ അതൊരിക്കലും നടക്കത്തില്ല. കാരണം അത് സ്വർഗത്തിലെ തീരുമാനമാണ്. അതൊരിക്കലും നടക്കത്തില്ല. യേശു ഇവിടെ ശിഷ്യന്മാരെ അയച്ച് മിഷണറിമാര് വന്ന് നമുക്ക് സുവിശേഷം തന്നെങ്കിൽ ആ കർത്താവിന്റെ ഉദ്ദേശം തീർച്ചയായിട്ടും അത് നടപ്പിലാവും. ഇന്ന് നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പം പല സ്ഥലങ്ങളിലും ഇന്ന് നമുക്ക് കേരളത്തില് നമുക്ക് കാണാം, കെട്ടിടങ്ങൾ കാണാം, അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, ഇങ്ങനെയൊക്കെ പല സഭകള്. അപ്പൊ അവിടെ പെന്തക്കോസ്ത് സഭയാ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ ചെന്നാൽ നമുക്ക് അറിയാനൊക്കത്തില്ല. ഒരു വ്യക്തിയെ കണ്ടാൽ അത് വിശ്വാസിയാണോ ഹിന്ദുവാണോ ഒന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. കാരണം കുഞ്ഞു സഭകളാ. അപ്പൊ ഭവന സഭകളില് യേശുവിന് വലിയ ബ്രഹ്മാണ്ഡ കെട്ടിടം, AC ഹാളോ അതൊന്നും ആവശ്യമില്ല. ഭവനങ്ങളാണ്. ആദിമസഭയിലെ ആ പ്രവൃത്തിയാണ് ഇനിയുള്ള കാലഘട്ടം. ഇന്നിപ്പോ കഴിഞ്ഞ ദിവസം ഇപ്പം വെസ്റ്റ് ബംഗാളില് BJP ഭരണം വന്നു, അവിടെ ഒരു പള്ളി പൊളിച്ചു, ആൾക്കാർ നോക്കി നിൽക്കുക.
അവിടെ പോലീസുകാരോ ഒന്നുമില്ല. കൂട്ടമേ വന്ന് ജയ് ശ്രീറാം എന്ന് പറഞ്ഞ് കുരിശെല്ലാം ഇളക്കി കളഞ്ഞ് ഒരു കൂട്ടം വന്ന്. അപ്പൊ അതൊക്കെ ഇനിയും നടക്കും. അപ്പൊ നമുക്ക് അത് കേട്ട് നമ്മൾ ഭയപ്പെടത്തില്ല. കാരണം എന്താ? നമുക്കുള്ള വിശ്വാസം കറക്റ്റായിട്ടുള്ള വിശ്വാസമാണ്. കാരണം നിത്യജീവനിലേക്കുള്ള വിശ്വാസമാണ്. നമ്മുടെ ശരീരം പോയാലും ഇതൊരു കൂടാരമാ. അപ്പൊ നമ്മുടെ ശരീരം ജീർണിച്ച് എന്ത് ചെയ്താലും നമുക്ക് ആത്മാവ് യേശുവിനോടുകൂടി ചേരും. ഗ്രഹാം സ്റ്റെയിൻസ് ഒക്കെ അല്ലേ, ആ ഭാര്യ അവരത്, കാരണം അവർക്കറിയാം അവരുടെ ഭർത്താവും മക്കളും യേശുവിന്റെ അടുക്കിലേക്കാ പോയതെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ ഭാരപ്പെടാഞ്ഞത്. അപ്പൊ അത് നമ്മുടെ ശരീരം വെറും ഒരു കൂടാരമാണ്. അപ്പൊ നമ്മുടെ ആത്മാവാണ് യേശുവിനോട് ചേരേണ്ടത്. നമ്മൾ ഓൾറെഡി ചേർന്ന് കഴിഞ്ഞു അല്ലേ? കർത്താവിൽ വിശ്വസിച്ചാൽ നമ്മള് യേശുവിന്റെ ആത്മാവുമായിട്ട് നമ്മൾ ചേർന്ന് നിൽക്കുവാണ്. പിന്നെ അതിന്റെ പ്രവൃത്തി നമ്മളിൽ നിന്ന് വെളിപ്പെടണം. അപ്പൊ ആ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ബിബ്ലിക്കൽ ഈ ഒരു കാലഘട്ടത്തിൽ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുവാണെങ്കിൽ നിത്യജീവനിലേക്കുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് ഭൗതികമായ കാര്യങ്ങളിലുള്ള വിശ്വാസമല്ല, അല്ലെ? ഒരു ഉറപ്പ്, അതാണ് നിത്യജീവന്റെ ഉറപ്പാണ് യഥാർത്ഥത്തിൽ ഈ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ നമുക്ക് പൗലോസ് തന്നിരിക്കുന്ന ആ ഒരു വിശ്വാസത്തെ കുറിച്ചുള്ള ആ ഒരു എക്സ്പ്ലനേഷൻ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവനാമത്തിൽ താണിരിക്കുന്നു. സ്തോത്രം.